ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങളെല്ലാം സുഖമായിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തമ്പനിയിൽ കണ്ടതുപോലെ കിച്ചുവിൻ്റെ ഒരു സബ്ജക്റ്റുമായിട്ടാണ്. അതിനു മുന്നായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കമൻറ്റിൽ വന്ന് മെസ്സേജ് ഇടുന്നവർ ഒരു കാര്യം മാത്രം ആലോചിക്കുക. ഞാൻ രേണുസുതിക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം അവൾ ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ ഇന്നും അംഗീകരിക്കുന്നില്ല. അതായത് ക്യാൻസർ വരുന്നതിന് മുന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ക്യാൻസർ എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. കാരണം ഇനി നമ്മൾ പഴയതിനെ ചൊല്ലി അവളെ വിമർശിക്കേണ്ട. പുതിയൊരു ജീവിതത്തിലേക്ക് അവൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നതും. പിന്നെ രോഗത്തിൽ നിൽക്കുന്ന ഒരാളെ എപ്പോഴും നമ്മൾ കല്ലെറിഞ്ഞ് വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രോഗം അവളെ മൂർച്ഛിക്കും. അതുമൂലം അവൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അതുപോലത്തെ അസുഖം ആയതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് അവളെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിച്ചുവിന് നെഗറ്റീവ്സ് പറയാൻ താല്പര്യമില്ല. കാരണം ന്യായമായിട്ട് തന്നെ പോട്ടെ എന്നുള്ള അവസ്ഥയാണ്. കാരണം കിച്ചുവിന് അമ്മയില്ല, അച്ഛനില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇന്ന് ആ കുട്ടി കടന്നു പോകുന്നത്. ആ ഒരു അവസ്ഥയിൽ, അതായത് കിച്ചുവിൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി, കിച്ചുവിൻ്റെ പ്രായം ഇല്ല എൻ്റെ മോനെ, എന്നിരുന്നാലും ഒരു 16 വയസ്സായ ഒരു കുട്ടിയുടെ അമ്മയാണ് ഞാനും. അപ്പോൾ ആ ഒരു അമ്മ മകൻ എന്നുള്ള ബന്ധത്തിൽ നിന്നും കൊണ്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതിനു മുമ്പ് കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങളൊന്ന് കേൾക്കുക. ഓക്കെ, ഞാൻ കൊടുക്കാം. കിച്ചുവിനെ അങ്ങ് സംരക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, കിച്ചുവിനെ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ വിവരം അറിയുമെന്നാണ് ഈ ചേച്ചി പറയുന്നത്. എന്നാൽ പിന്നെ കിച്ചുവിനെ തൊട്ടവര് ഉണ്ട്. കിച്ചുവിന്റെ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. കിച്ചുവിനെ കുറിച്ച് പറയുന്ന ചില സത്യങ്ങൾ പ്രേക്ഷകരെ നിങ്ങളൊന്ന് അറിയണം. അപ്പൊ ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം, അതൊന്ന് കണ്ടു. ഈ കൊച്ചു ആയിരുന്നാൽ പോലും ആ വൃദ്ധപ്പനെ കണ്ടതിന് വേണ്ടിയിട്ട് മാത്രമേ എടുത്തോണ്ട് പോകൂ. വീഡിയോ എടുക്കാനും പബ്ലിഷ് ചെയ്യാനും എഡിറ്റ് ചെയ്ത് പിന്നെ വ്ലോഗ് ഇടാൻ മാത്രമേ വൃദ്ധപ്പനെ കുച്ചു വന്നെടുക്കൂ. എന്തൊക്കെ പറഞ്ഞാലും രേണു നോക്കും പോലെ വൃദ്ധപ്പനെ കുച്ചു നോക്കൂല. കുച്ചു കണ്ടന്റിന് വേണ്ടി മാത്രമാണ് വൃദ്ധപ്പനെ എടുത്തോണ്ട് പോകുന്നത്. അപ്പം കുച്ചു കണ്ടന്റ് വ്ലോഗ് എടുക്കാൻ വേണ്ടി മാത്രമേ കുച്ചു വന്ന് എടുത്തോണ്ട് പോകും. പിന്നെ കുച്ചു കണ്ടന്റിന് വേണ്ടി ബ്ലോഗ് എടുക്കാൻ വേണ്ടി മാത്രമേ ഈ പറയുന്ന റിതപ്പനെ എടുത്തോണ്ട് പോകൂ. എത്ര പിണക്കമാണെങ്കിലും നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും വെച്ച് തന്നിട്ടുള്ള അവരെ പോയി കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കില്ലേ? അവിടെ ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന ഈ നന്മമരം പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കിച്ചു ഇപ്പോൾ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന ആ ഒരു പാട്ടിനൊത്ത് റീലെടുത്ത് കളിച്ച് ചിരിച്ച് അറമാദിച്ച് നടക്കുകയാണ്. കുച്ചു അച്ഛനെ ചവിട്ടിയതും അച്ഛന്റെ കൊങ്ങയ്ക്ക് പിടിച്ചതും കഞ്ചാവിന് വേണ്ടി കൊല്ലം സുധിയെ കുച്ചു ഉപദ്രവിച്ചതും എല്ലാം ഷെഫീനക്കറിയാം. അയ്യോ, എന്താ ഈ പറയുന്നേ? കൊല്ലം സുധിയെ അടിച്ചു? ഈ പറയുന്നത് നല്ല മോനോ? കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കിയോ? ഈ പറയുന്ന പൊന്നുമോനോ? ദേഹത്തൊക്കെ ചാറ്റുമൊക്കെ അടിച്ചിട്ടുണ്ടെന്നേ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി. നിങ്ങൾ കേട്ടല്ലോ, ഇത് നമ്മുടെ അനീഷ് വ്ലോഗാണ്. അപ്പോൾ അനീഷ് വ്ലോഗിൽ പറഞ്ഞ ഒരു കാര്യങ്ങളാണ് ഇത്. അനീഷ് വ്ലോഗിന് അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല ഇവിടെ വന്നിരുന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഇരുന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കിച്ചു അവൻ്റെ സഹോദരനെ നോക്കാൻ പോയില്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഒരു അമ്മ മകനെ നോക്കുന്നത് പോലെ ഒരിക്കലും ഒരു സഹോദരനെ നോക്കാൻ പറ്റില്ല അല്ലേ? അമ്മയ്ക്ക് അമ്മ തന്നെ വേണം, അച്ഛനും വേണം അല്ലേ? അച്ഛൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഒരു മക്കൾക്ക് ചെയ്യണം, അമ്മേടേതായിട്ടുള്ള കാര്യങ്ങൾ മക്കൾക്ക് ചെയ്യണം. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഒരു സഹോദരനെ കൊണ്ട് പറ്റില്ല. എത്രയൊക്കെ ആയാലും നമ്മൾ ആ ഒരു സഹോദരത്തിന് പറ്റില്ല, അതാണ് വാസ്തവം. പക്ഷെ ഇത് പലർക്കും അറിഞ്ഞാലും അവർക്കൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് അവരെടുത്ത് വെച്ച് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ അവർക്ക് റീച്ചല്ല ആവശ്യം. അവർക്ക് ഇത് വെറുതെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മതി. എന്തിനാണ്, ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് കിച്ചു അവൻ്റെ സഹോദരനെ വ്ളോഗ്
കണ്ടന്റിന് വേണ്ടിയിട്ട് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ടുപോകുന്നു. അവനൊന്നും വാങ്ങിക്കൊടുക്കുന്നില്ല, എടുക്കുന്നില്ല. അവൻ വരുന്ന സമയങ്ങളിൽ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ശരിയാണ്, ഒരു കാര്യം ഞാൻ സമ്മതിക്കാം, ഇതിൽ ഞാൻ അത് കൊടുത്തിട്ടില്ല. അവന് സ്കൂൾ തുറന്നപ്പോൾ കിച്ചു ഒരു സാധനങ്ങളും വാങ്ങിക്കൊടുത്തില്ല. അത് എനിക്കറിയാവുന്ന കാര്യമാണ്. അതുമായിട്ട് ഞാൻ യോജിക്കുന്നുണ്ട്. ഒരു മിഠായിയെങ്കിലും അല്ലെങ്കിൽ ഒരു പെൻസിൽ ബോക്സെങ്കിലും വാങ്ങിക്കൊടുക്കാമായിരുന്നു, സഹോദരൻ എന്ന നിലയിൽ വാങ്ങിക്കൊടുക്കാമായിരുന്നു. അത് വാങ്ങിക്കൊടുത്തില്ല എന്ന് അത് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. പക്ഷെ മറ്റുള്ള രീതിയിൽ അവൻ നോക്കിയില്ല എന്നല്ല പറയുന്നത്. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവന് നോക്കുന്നുണ്ട്. പിന്നെ അവനിപ്പം ബ്ലോഗായിട്ട് എടുത്തിട്ട് അവൻ അടിച്ചു പൊളിച്ച് ചിരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം അവൻ ഒറ്റയ്ക്കല്ലേ നോക്കുന്നേ. നമ്മളാരും അവനെ പോയി സഹായിക്കുന്നില്ലല്ലോ. അവനൊരു അമ്മയില്ല, ഒരു അച്ഛനില്ല, ആരുമില്ല. അപ്പോൾ പിന്നെ അവൻ്റെ ജീവിതം അവൻ നോക്കണ്ടേ? ഇങ്ങനെയൊക്കെ വെറുതെ കിടന്നു എന്ന് പറഞ്ഞിട്ട് നോക്കാൻ പറ്റുമോ? വെറുതെ ഒരിടത്ത് ഇരുന്നാൽ അവനെ കൊണ്ട് കഴിക്കണ്ടേ? അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അവൻ്റെ പഠിത്തവുമായിട്ട് അവന് മുന്നോട്ട് പോകണ്ടേ? എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ? അപ്പോൾ അവൻ്റേതായിട്ടുള്ള ജോബും കൂടെ ചെയ്ത് അവൻ അങ്ങ് മുന്നോട്ട് പോവുക. അതിനിപ്പോൾ നമ്മൾ ആരും എന്തോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ ഇനിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുത്ത അമ്മയല്ലേ, അത് സത്യം തന്നെയാണ്. ഭക്ഷണം കൊടുത്ത് അവനെ നോക്കി വളർത്തിയ ഒരു അമ്മ തന്നെയാണ്. അവനൊരു ദിവസം പോയി കാണാനുള്ള ഉത്തരവാദിത്വം അവനുണ്ട്, ഒരു ദിവസമെങ്കിലും പോയി കാണാനുള്ള പക്ഷെ അതിന് പകരമായിട്ട് ഇവിടെ ശ്രീതു ഒരു കാര്യം പറയുന്നുണ്ട്. അതൊന്ന് നമുക്ക് കേട്ടിട്ട് വരാം. നമുക്ക് ഒരു നേരത്തെ ഫുഡ് തന്ന ഒരു വ്യക്തി ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും സുഖമില്ലാതെ കിടക്കുമ്പോൾ ഒരു നോക്ക് പോയി കാണാനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ കാണണം എന്ന് പറഞ്ഞിട്ടാണ് അനീഷ് പറയുന്നത്. ഓൾറെഡി ഈ ഒരു സബ്ജക്റ്റ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്ന നല്ല രീതിയിൽ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫയർ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു പോയിന്റ്, അല്ലെങ്കിൽ എനിക്ക് ഈ വീഡിയോ കാണാൻ നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു പോയിന്റ്, ഈ പറയുന്ന കിച്ചു രേണുവിനെ കാണാൻ പോയിരുന്നു. പക്ഷേ അന്ന് രേണുവിനെ ഫോണിൽ വിളിച്ചപ്പോൾ കോൾ എടുത്തത് രേണുവിൻ്റെ ചേച്ചി എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. രേണുവിൻ്റെ ചേച്ചി ഫോൺ എടുത്തിട്ട് പറഞ്ഞത് രേണുവിനെ കാണാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അതായത് കിച്ചു കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് കിച്ചുവിനെ തിരിച്ചു മടക്കി വിടുകയാണ് ചെയ്തത്. കേട്ടല്ലോ ശ്രീതു പറഞ്ഞ്, കിച്ചു രേണുവിനെ കാണാൻ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു, എന്നിട്ട് രേണുവിനെ കാണാൻ പറ്റിയില്ല. ആ സമയത്ത് രേണുവിൻ്റെ ഫോണിലേക്ക് കിച്ചു വിളിക്കുന്നു. കിച്ചുവിൻ്റെ ഫോൺ എടുക്കുന്ന രമ്യയാണ്. അപ്പോൾ അവളാണെങ്കിൽ പറയുന്നു ഇപ്പോൾ രേണുവിനെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നു. കിച്ചു മടങ്ങിപ്പോരുന്നു. അത് നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ശ്രീധുവിൻ്റെ ഒരു വോയിസ് ഇവിടെ കൊടുത്തന്നേ ഉള്ളൂ. അപ്പം ഇതൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞു. ചുമ്മാ അവനാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്ത് തന്നെ അലുവന്ന പ്രശ്നങ്ങൾ നടന്നിരുന്നാലും അവൻ വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. എന്തോ ഏതോ എന്നുള്ള രീതിയിൽ അവൻ്റെ ജീവിതം ഡെവലപ്മെൻ്റ് ആക്കാൻ വേണ്ടി അവൻ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ അവനെ വെറുതെ വിടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, നിങ്ങളുടെ കാര്യം നിങ്ങൾ പറയുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു റിയാക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അംഗീകരിച്ചാൽ മതി. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനിയൊരു കാര്യം, അച്ഛനെ അവൻ തല്ലി എന്ന് പറയുന്ന ഒരു സംഭവം, അത് എത്രമാത്രം ശരിയാണ് എത്രമാത്രം കള്ളമാണെന്നൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഞാനും ഈ ഒരു സംഭവം അറിഞ്ഞതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു പക്ഷേ അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ എല്ലാവരോടും വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ചിലപ്പോൾ അച്ഛനെ അടിക്കുകയോ ചെയ്തുകൊണ്ടോ ആ ഒരു പ്രശ്നത്തിൽ പോലീസ് കേസായി. അയൽവക്കക്കാരൊക്കെ വന്നു പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോൾ രേണുവും സുധിയും കൂടെ ഇങ്ങനെ മകനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാനും അറിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും അത് അവിടം കൊണ്ട് തീർന്നില്ല. ഇപ്പോൾ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ ഒരു കാര്യം, അച്ഛൻ മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കിച്ചുവിൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ ഒരു സ്നേഹം, അവൻ്റെ കുറ്റബോധങ്ങൾ പലതും അറിവില്ലാത്ത പ്രായത്ത് അല്ലെങ്കിൽ ഒരു ലഹരിയുടെ പുറത്ത് അവൻ ചെയ്തു പോയ പല കാര്യങ്ങളും അവൻ ഓർത്തിട്ടുണ്ടാവും. അതിലവന് നല്ല കുറ്റബോധവും ഉണ്ടാവും. എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു ഫോട്ടോ ടാറ്റുവായിട്ട് അടിക്കാൻ പാടില്ല എന്നും വല്ലതും ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. ഞാനായാലും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ മാതാപിതാക്കൾക്ക് സംഭവിച്ചാൽ, അവരില്ലാതെ ആവുന്ന സമയത്ത് നമ്മൾ അതിരുന്ന് ആലോചിക്കും. ഒരുപാട് സമയം ഇരുന്ന് ആലോചിക്കും, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ പറയേണ്ടായിരുന്നു എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ ചിലപ്പോൾ അവരെ ഒരു ടാറ്റു അടിക്കാൻ, അവരെ ഒരു ഫേസ് ഫോട്ടോ എൻ്റെ കയ്യിൽ ഇങ്ങനെ അടിച്ചു വെക്കാനായിട്ട് തോന്നിയാൽ ഞാനത് ചെയ്യും. അത് എൻ്റെ ഒരു ഇഷ്ടമല്ല.
ഇഷ്ടമല്ലേ, അത് ഇതുപോലെ കിച്ചുവിൻ്റെ ഇഷ്ടമാണ്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും കിച്ചു ഒരു പ്രശ്നത്തിനും വരുന്നില്ല, ഈ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യത്തിനും വരുന്നില്ല. ഇത്രയും പ്രശ്നങ്ങൾ കിച്ചുവിൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചിട്ടും കിച്ചു ഒന്നിനും ഏതേന്ന് പോലും ചോദിക്കാൻ വരുന്നില്ല. പിന്നെ എന്തിനാണ് അവനെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണേന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ അതാണ് എത്ര ആലോചിച്ചിട്ട് എനിക്കത് മനസ്സിലാവാത്തതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയതായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും മറക്കല്ലേ. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.